ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സഞ്ജൂസ് വേൾഡ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഇന്ന് നമ്മൾ നേന്ത്രക്കായ വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നേന്ത്രക്കായ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ സൈഡിലുള്ള സ്കിന്നൊക്കെ നമുക്കൊന്ന് റിമൂവ് ചെയ്ത് കളയാം. അതുപോലെ തന്നെ അതിൻ്റെ രണ്ട് അഗ്രഭാഗങ്ങളും നമുക്ക് ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അതുകൂടി ഒന്ന് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് നമ്മളിത് വട്ടത്തിലാണ് മുറിച്ചെടുക്കുന്നത്. തീരെ നേർത്തതായിട്ടൊന്നും മുറിച്ചെടുക്കണമെന്നില്ല. നമ്മളതുപോലെ നേർത്തതായിട്ടൊക്കെ മുറിക്കുമ്പോൾ പെട്ടെന്ന് ഇതങ്ങ് ഉടഞ്ഞു പോവും വേവിക്കുമ്പോൾ. അതുകൊണ്ടാണ് ഒരു ഏകദേശം കട്ടിയിലൊക്കെ നമുക്കങ്ങ് മുറിച്ചെടുക്കാം. അപ്പോൾ എല്ലാം ഒരുപോലെ തന്നെ മുറിച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ. അങ്ങനെ ഞാനിപ്പോൾ ഇവിടെ ഇത് മുഴുവനും വെള്ളത്തിലേക്ക് മുറിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന പാത്രത്തിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം എന്തിനാണ് വെള്ളത്തിലേക്ക് ഇട്ടതെന്ന് വെച്ചാൽ ഇതിനൊരു ചെറിയ കറിയൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ ഒരു ചവർപ്പൊക്കെ ഉണ്ടാവും. അതങ്ങ് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇനി നമുക്ക് കുക്ക് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നീട് വേണമെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടാം. ഞാനിവിടെ 1/2 സ്പൂൺ അളവിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു 1/4 സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു 1/4 സ്പൂൺ അളവിൽ മുളക് പൊടി കൂടി ചേർത്തിട്ട് ഇത് നമുക്കിനി വേവിക്കാൻ വേണ്ടിയിട്ട് ഗ്യാസിൽ വെക്കാം. ഇത് നമുക്കിവിടെ അടച്ചു വെക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള മറ്റ് സാധനങ്ങളൊക്കെ ഒന്ന് തയ്യാറാക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കാന്താരിമുളക്, വെളുത്തുള്ളി, കറിവേപ്പിലയൊക്കെയാണ് എടുത്തിട്ടുള്ളത്. കാന്താരിമുളക് ഇല്ലയെന്നാണെങ്കിൽ പച്ചമുളക് എടുക്കാം. ഞാനിവിടെ 5 കാന്താരിമുളകാണ് എടുത്തിട്ടുള്ളത്. ഒരു 2 പച്ചമുളകൊക്കെ മതിയാകും. നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കുക. ഒരു 5 ഗാർലിക് എടുത്തിട്ടുണ്ട്. ഒരു തണ്ട് കറിവേപ്പില കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ മിക്സിയിലിട്ടിട്ടും ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതുപോലെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. മിക്സിയിൽ വെള്ളം ഒഴിക്കാതെ ഒരു മിനിറ്റൊക്കെ ഒന്ന് കറക്കി എടുത്താൽ തന്നെ മതിയാവും. ഇനി നമുക്കിതിലേക്ക് ഒരല്പം തേങ്ങ കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാം കൂടി നമ്മൾ ഒരുമിച്ച് ആദ്യമേ തന്നെ തേങ്ങയുടെ കൂടി ഇട്ടിട്ട് ചതക്കുമ്പോൾ ചിലപ്പോൾ മറ്റേതൊക്കെ ഒന്നങ്ങനെ ഉടഞ്ഞു വരാൻ ഒരല്പം താമസം ഉണ്ടാവും. അതുകൊണ്ടാണ് ആ മുളകും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് ചതഞ്ഞ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അത് ആദ്യമേ ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ എല്ലാം നന്നായിട്ട് തന്നെ നല്ല വൃത്തി ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ജീരകം ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. ആ ഒരു ഫ്ലേവർ കൂടുതൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു നുള്ളി ജീരകം കൂടി ഇതിൻ്റെ കൂടി ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയും കാന്താരി മുളകൊക്കെ നന്നായിട്ട് തന്നെ ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കാന്താരി മുളക് ഉണ്ടെന്നാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഉണ്ടെന്നാണെങ്കിൽ അത് തന്നെ എടുക്കുക. അങ്ങനെ ഇതിവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കായ നമുക്കിനി നോക്കാം. അപ്പോൾ കായ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിലേക്ക് കൂടുതൽ വെള്ളം ആവശ്യമാണെന്നാണെങ്കിൽ ഈ ഒരു സമയത്ത് ഒരല്പം കൂടി വെള്ളം ചേർക്കാം. കുറച്ചുകൂടി ഇങ്ങനെ ഡ്രൈ ആയിട്ടാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ വെള്ളം ചേർക്കാതെ തന്നെ ചെയ്യാട്ടോ. ഡ്രൈ ആവുന്നത് വരെ വെക്കുക. അതിനുശേഷം നമ്മുടെ ഈ തേങ്ങയുടെ മിക്സ് നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്യാട്ടോ. ഈ ഒരു ഭാഗത്തെത്തുമ്പോൾ ഒന്നല്പം ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയാൽ മതിയാകും. ഇനി വേണമെങ്കിൽ നമുക്കിതിലേക്ക് ഒരു താളിപ്പ് തയ്യാറാക്കാം. കടുകും കറിവേപ്പിലയും വറ്റൽമുളകൊക്കെ വറുത്തിടാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം 1 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ. വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതിയാകും. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ചോറിൻ്റെ കൂടിയാണെങ്കിലും ഇനി കഞ്ഞിയുടെ കൂടിയാണെങ്കിലും ഒക്കെ നല്ല ടേസ്റ്റാണ്, നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.